ഒരാശുപത്രിക്ക് സമീപം നിങ്ങൾ ഹോൺ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? വേഗത കുറച്ച് ഹോൺ അടിക്കേണ്ട സാഹചര്യം പരമാവധി ഒഴിവാക്കൂ. ഇത് നല്ല തമാശ. ആസ്പത്രിന്റെ സമീപത്തെത്തുമ്പോ ഹോൺ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം നിങ്ങൾ നമ്മളോട് ചോദിക്കാം. എന്നിട്ട് ഉണ്ടാവുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ നമ്മളോട് പറയുകയും ചെയ്യും. അന്നപ്പോ ഈ ഹോണിന്റെ ക്വസ്റ്റ്യൻ വേണോ? നമ്മൾ സാവധാനം അങ്ങ് ഓടിച്ചു പോയാൽ പോലെ. വാഹനം വലത്തോട്ട് തിരിയുമ്പോ കൈപ്പത്തി മുന്നോട്ടാക്കി കൈവിരലുകൾ അടുപ്പിച്ച് വളവില്ലാതെ വലത് കൈ വലത് ഭാഗത്തേക്ക് നീട്ടിപ്പിടിക്കണം. കൈ വളയരുത്. നമ്മള് പ്രതിജ്ഞക്കൊക്കെ നിക്കണമായിരി. അല്ല, നമ്മള് വലത്തോട്ട് തിരിയണ്ടേ? അന്നപ്പോ കൈ വിട്ടാ വാഹനം താഴ്ത്തു പോകൂലേ? എടുത്തേക്ക് തിരിയുമ്പോ മേൽ വിവരിച്ച പ്രകാരം വലത് കൈ നീട്ടിപ്പിടിച്ച് 3 തവണ വൃത്താകൃതിയിൽ ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുക. അല്ലോ, ഇനി ക്ലോക്ക് ആയിട്ടുമാണോ വണ്ടി ഓടിക്കാൻ പോലെ? വേഗത കുറയ്ക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ എങ്ങനെ? വലത് കൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി കമത്തി പിന്നിൽ വരുന്ന ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ പല തവണ ഉയർത്തുകയും തയ്ത്തുകയും ഉയർത്തുകയും തയ്ത്തുകയും. അത് നല്ല രസമുണ്ട്. ഇങ്ങനെ ഓടിക്കുമ്പോ നമ്മൾ കൈയൊക്കെ പുറത്തേക്കിട്ട് ഇങ്ങനെ കളിക്ക. ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്ന സിഗ്നൽ എങ്ങനെ? വലത് കൈ പുറത്തേക്ക് നീട്ടി അർദ്ധവൃത്താകൃതിയിൽ മുമ്പോട്ടു പുറകോട്ടു മുമ്പോട്ടു പുറകോട്ടു. ഫുള്ള് വലത്തെ കൈയോണ്ടുള്ള പണിയാ മോനെ. മോനെ, എമ്മച്ചിക്ക് നാളെ പരീക്ഷ ആണേ. ഈ ഒന്ന് ചോദിക്കി, എമ്മച്ചി പഠിച്ചോ നോക്കട്ടെ. എമ്മച്ചി പഠിച്ചിക്ക് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പരീക്ഷ ഒന്നല്ല. ഏത് മന്ദബുദ്ധിക്കും വേണേ ജയിക്കാം. ആണി അന്നപ്പോ എമ്മച്ചി ജയിക്കൂ. ജയിക്കാടത്താ ബുക്ക് എടുക്കും. ഈ ചോദിക്കി, കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിലൂടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അനുവദിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ? ഒറ്റ കാൽനട യാത്രക്കാരെ നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മളെ കാര്യം നോക്കിയിട്ട് നേർക്ക് വണ്ടി ഓടിക്കാം. നമ്മൾ അന്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ ജയിച്ച തന്നെ. എന്റെ ഉമ്മച്ചിയെ, കാൽനട യാത്രക്കാർ പോയതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക. മനസ്സിലായ? അങ്ങനെ അടുത്ത ചോദ്യം ചോദിക്കുക. നമ്മുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ. ജന്മം ചെയ്താൽ നമ്മൾ ഓനെ കയറ്റി വിടൂല. ഓന്റെ ഒരടുപ്പ് ഈ പാത്തൂന്റെ അടുത്ത് നടക്കൂല. നമ്മളെ വണ്ടി പോയിട്ട് മതി ബാക്കിയുള്ള ആൾക്കാരെ വണ്ടി പോല്. ബെസ്റ്റ് ബെസ്റ്റ് ഒന്നുമില്ലേ? അങ്ങനല്ലേ എല്ലാരും ഓടിക്കണേ? അല്ല, അതെ. പക്ഷെ അതൊക്കെ നിയമവിരുദ്ധമാണ് ഉമ്മച്ചിയെ. അതപ്പോ ഈ നിയമം തെറ്റിച്ചിട്ടല്ലേ ഓടിക്കണേ? അല്ല, ഇതൊക്കെ ചുമ്മാ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉമ്മച്ചിയെ. മോനെ ഇങ്ങോട്ട് നോക്കി. നമ്മളിത് മുഴുവൻ പഠിക്കുകയും ചെയ്യും, ഇതുപോലെ വണ്ടി ഓടിക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, എന്നാ അതെ, അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ആലനെ സമീപിക്കുമ്പോൾ മഞ്ഞലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്താൽ എന്ത് മനസ്സിലാക്കാം? ആ ലൈറ്റ് കേടാന്ന് മനസ്സിലാക്കാം. എന്തിനാ റിസ്വാൻ ഇങ്ങനെ സില്ലി ക്വസ്റ്റ്യൻ ചോദിക്കണേ? ഉമ്മച്ചേ, ഇതാടെ പഠിച്ചോളി. നിങ്ങൾ എന്നെ പഠിച്ചോളി. മന്ദബുദ്ധികൾ പാസ്സാവുന്ന വരെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഉമ്മച്ചേ, നിങ്ങൾ പാസ്സാവുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഒരു ബുദ്ധിരാജ്യാവ് വന്നിക്ക്. ഈ നോക്കിക്ക മോനെ, എങ്ങനെങ്കിലും വെച്ച് പാസ്സായി വന്നാലേ ഈ ഒരൊറ്റ ഉപകാരം ചെയ്ത് തന്നാ മതി. ജസ്റ്റ് ഓടിക്കണ പഠിപ്പിച്ചെന്നാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യം പാസ്സാകും, എന്നിട്ട് നോക്കാം നമുക്ക്. മോനെ, ഞാൻ പാസ്സാകും. നിന്നെ പഠിപ്പിക്കൂലേ? ഇതങ്ങോട്ടൊക്കെ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ മുട്ടിട്ട് ചെയ്യാൻ പഠിക്കുമ്പോ മെച്ചിഞ്ചെറുസ്മോ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എണീപ്പിച്ച് നിർത്തി ഇങ്ങനെ പിച്ച വെച്ച് നടത്തിച്ച് ഓർമ്മയുണ്ടോ? ഒന്ന് നിർത്തും വെച്ചേ. കാര്യം കാണാൻ എപ്പോഴും സൂചിപ്പിക്കല്. ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. പോരെ? മതി. ഞാൻ പഠിക്കട്ടെ മോനെ? പഠിച്ചോട്.